إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ നിസ്സഹായതയും നിസ്സാരതയും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏത് ഉന്നതമായ സോപാനങ്ങൾ കയ്യിലൊതുക്കാൻ നമുക്ക് സാധിച്ചാലും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരിക്കലും ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്ന പൂർണ്ണമായ ബോധ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. സത്യത്തിൽ എന്താണ് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തുലോം തുച്ഛം നന്മകൾ മാത്രമാണ് നമുക്കൊക്കെയുള്ളത്. ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും പക്വതയെത്തിയത് മുതൽ ഈ സമയം വരെയും എത്ര നന്മകളുണ്ട് എന്നൊരു ആത്മപരിശോധന അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗം കൊടുക്കുന്നത് ആർക്കാണെന്ന് പറയുന്നിടത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഅദല്ലാഹുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്, സ്വർഗം വാഗ്ദാനം ചെയ്തത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കാണ്. അപ്പൊ എത്രത്തോളം വിശ്വാസം നമ്മുടെ വിശുദ്ധമാണ്, ആ വിശുദ്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് പ്രവർത്തനങ്ങളുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നത്
ലഹും മഗ്ഫിറത്തുൻ, അവർക്കാണ് പാപമോചനമുള്ളത്, വഅജ്റുൻ അദീം, അവർക്കാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലമായ സ്വർഗം സമ്മാനമായി കൊടുക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത്തത് പ്രവർത്തനങ്ങളാണ്. വിശ്വാസങ്ങൾ നമ്മുടെ വിശുദ്ധമാണോ എന്ന് പരിശോധിക്കുന്നതോടൊപ്പം നമുക്ക് എത്രത്തോളം നിർബന്ധ കർമ്മങ്ങളോടൊപ്പം എത്രത്തോളം ഐച്ഛികമായ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകളെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് അറിവ് നേടുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനത്തിന്റെ സദസ്സുകളെക്കുറിച്ച് പറയുന്നിടത്ത് പഠിപ്പിച്ചു എന്നൊരു കാര്യം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ഇവിടെ ഇരിക്കുന്നവരോട് സംസാരിക്കുന്ന ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. 5ാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ട് അള്ളാന്റെ ദീനിനെ പറ്റി, നിസ്കാരത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് എന്ത് കാര്യമാണ് ഒന്നധികം പഠിച്ചത്? നമ്മുടെ മദ്രസ പഠനത്തിന് ശേഷം മതപരമായി എന്ത് അറിവാണ്? ഇസ്ലാമിന്റെ അടിസ്ഥാന ബാലപാഠങ്ങളിൽ എത്ര അറിവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് കഴിഞ്ഞത്? ഏത് വിജ്ഞാന സദസ്സിലാണ് നമ്മൾ പങ്കെടുക്കാറുള്ളത്? എല്ലാ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് മോഡേൺ സയൻസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സമയമില്ല എന്നുള്ളതാണ്. ആർക്കും സമയമില്ല. എന്നാ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സമയം ഉണ്ടാകുക? മൂക്കിൽ പഞ്ഞി വെച്ച് 3 തുണി പൊതിഞ്ഞൊന്ന് കൊണ്ടുവന്ന സമയത്താണ് നമുക്കൊക്കെ സമയം ഉണ്ടാകുക ദീന് പഠിക്കാൻ. പിന്നെ ആളുകൾ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ പ്രായമാണ്. പ്രായം ഒരുപാട് ഏറെയായി, ഇനി പഠിച്ചാലൊന്നും തലേ കയറൂലെന്ന് ആര് പറഞ്ഞു? ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചുണ്ടുകളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ ശേഖരിക്കാൻ മുന്നിലിരുന്നവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകൻ. ഇസ്ലാമിന്റെ ചരിത്രം അതാണ്. എത്ര മനോഹരമാണ് ചരിത്രം. പ്രായം ചെന്നവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ദീന് പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് കൃത്യതയും നിഷ്ഠതയും നമുക്കുണ്ടാകണം. നമുക്കൊരു പ്ലാന് വേണം. അല്ലാമത്തു ശൈഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നൊരു വാചകമുണ്ട്, ഫലാ യജൂസു ലിൽ ഇൻസാനി അൻ യതസാഹല ഫീ ഹുദൂരി മജാലിസിൽ ഇൽമ്, അറിവിന്റെ മജ്ലിസുകളിൽ ഹാജരാകുന്നതിനും അവിടെ എത്താൻ പരിശ്രമിക്കുന്നതിലും മനുഷ്യനൊരിക്കലും അലസത കാണിക്കാൻ പാടില്ല. ലിഅന്നഹു ഖദ് യസ്തഫീദു ഫായിദതൻ തകൂനു സബബൻ ലിദുഖൂലിൽ ജന്ന, കാരണം അവനെ സ്വർഗ്ഗത്തിലെത്തിക്കുന്ന എന്ത് നന്മയാണ് അവിടെ നിന്ന് അവന് ലഭിക്കുക എന്നത് ഒരിക്കലും നമുക്കറിയുകയില്ല. ചിലപ്പോൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന ഒരു നന്മ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഒരിക്കലും വിജ്ഞാനത്തിന്റെ സദസ്സുകളിൽ നിന്ന് മാറിക്കരുത്. അവിടെ നോക്കൂ, എല്ലാ വ്യാഴാഴ്ച ദിവസവും ഈ പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾ ഈ പള്ളിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഈ പള്ളിന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ എത്ര ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ നാട്ടിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളുണ്ട്. നമ്മളൊക്കെ എത്ര പേര് അതിൽ പങ്കെടുക്കലുണ്ട്? കുടുംബസമേതം. വളരെ ഗൗരവതരമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ് ദീന് പഠിക്കുക എന്നത്. 5 നേരത്തെ നിസ്കാരം എത്രത്തോളം നിർബന്ധമാണോ? ഒരാൾക്ക് മഗ്രിബ് ഒഴിവാക്കാൻ പറ്റൂല, അയാൾക്ക് നിർബന്ധമാണ്. ഫർദ് ഐനാണ്. ഫർദ് ഐനാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കുക എന്നത്. നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ്. 5 നേരത്തെ നിസ്കാരം എത്രത്തോളം നമുക്ക് നിർബന്ധമാണ്, അതേപോലെ നിർബന്ധമാണ് അള്ളാഹുവിന്റെ ദീന് പഠിക്കുക എന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ അഫ്ളു മാ യസ്നഉൽ അബ്ദ്, ഒരടിമ ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ത്വലബുൽ ഇൽം, ദീന് പഠിക്കലാണ്, അറിവന്വേഷിക്കലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ, എന്തിനാണ് ദീന് പഠിക്കുന്നത്? ദീന് പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ ചെയ്യുന്നു, അയാൾ പ്രചരിപ്പിക്കുന്നു. മൻ ദല്ല അലാ ഖൈരിൻ, ആരെങ്കിലും ഒരു നന്മ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് ചെയ്യുന്നവന്റെ അതേ കൂലി അത് പറഞ്ഞു കൊടുത്തവനുണ്ട്, അത് അറിയിച്ചു കൊടുത്തവനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മൻ അഹബ്ബഹു അല്ലാ യൻഖതി അമലഹു ബഅദ മൗതിഹി ഫൽയൻശുരിൽ ഇൽമ, മരിച്ചു കഴിഞ്ഞാലും തന്റെ അമലുകൾ നിലച്ചു പോകരുത്, അതിന്റെ കൂലി എനിക്ക് കിട്ടണം. മരിച്ചാലും ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി കിട്ടണമെന്ന്, മരിച്ചു കഴിഞ്ഞാലും കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യൻശുരിൽ ഇൽം, അവൻ അറിവിനെ പ്രചരിപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വചനം മുന്നിൽ വെച്ചിട്ട് മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് അറിവ് നേടുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത്. ഒരാൾ മരിച്ച് ഖബറിലേക്ക് വെച്ച 3 കാര്യം ബാക്കിയാകുന്നത്. അതിലൊന്നാമത്തെ കാര്യം സ്വദഖത്തുൻ ജാരിയ, രണ്ടാമത്തെ എന്താ? ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിക്കുന്നവൻ, നന്മ പറഞ്ഞു കൊടുക്കുന്നവൻ, യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ ഹത്തൽ ഹൈതാനു ഫിൽ ബിഹാർ, കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നതാണ്. കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. ആകാശത്തിട്ട് വട്ടമിട്ട് പറക്കുന്ന പക്ഷികൾ വരെ അവന് പൊറുക്കലിന് വേണ്ടി തേടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റജുലാനി, 2 പേർ, അഹദുഹുമാ ആബിദുൻ വൽ ആഖറു ആലിമുൻ, ഒരു ആബിദായ മനുഷ്യൻ, ഒരു ആലിമായ മനുഷ്യൻ. ഈ 2 ആളുകളെ കുറിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആബിദിനേക്കാളും ആലിമിനാണ് ഫദ്ലുള്ളത്. ഏതുപോലെ? കഫദ്ലി അലാ അദിനാക്കും, നിങ്ങളിലെ സാധാരണക്കാരെക്കാളും എനിക്കുള്ള ശ്രേഷ്ഠത പോലെ ഒരു നിരന്തരമായി ഇബാദത്ത് ചെയ്യുന്നവനേക്കാളും ദീനു പഠിക്കുന്ന ആലിമിനാണ് ശ്രേഷ്ഠതയുള്ളത്, ഫദ്ലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിലെ സാധാരണക്കാരനേക്കാളും എനിക്ക് എത്രത്തോളം ശ്രേഷ്ഠത ഉണ്ട്, അതേപോലെയാണ് ഒരു ആബിദിനേക്കാളും ഒരു ആലിമിന് ഫദ്ലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും ആകാശഭൂമി ലോകത്തുള്ളവരെല്ലാം ഹത്തൻ നംലത ഫീ ജുഹരിഹാ, മാളത്തിലുള്ള ഉറുമ്പ് വരെ, വഹത്തൽ ഹൂത്, മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ്, ജനങ്ങളെ ദീന് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്തുള്ള പറവകളും അതേപോലെ തന്നെ മത്സ്യങ്ങളും അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളും അവർക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹ് അനുഗ്രഹം ചൊരിയുന്നു, ആ അനുഗ്രഹത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ദീന് പഠിക്കുന്നവർക്ക് വേണ്ടി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅ ഖുതുബക്ക് ശേഷം എന്ത് ദീനാ നമ്മൾ പഠിക്കുന്നത്? ഒരു വെള്ളിയാഴ്ചത്തെ ഖുതുബ, അതെന്നെ അറബി ഭാഷയിൽ പറയുന്ന പള്ളിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് എന്താണ് കിട്ടുക? ഖുർആനിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ എത്രത്തോളം ഉണ്ട്? വിജ്ഞാന സദസ്സുകളിൽ നമ്മൾ എത്രത്തോളം ഉണ്ട്? ഇന്ന് ഓൺലൈൻ സംവിധാനം വഴി എത്ര ദീന് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ എന്താണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവസാന കാലം വരുമ്പോൾ അള്ളാഹു ഖുർആനിനെ ഉയർത്തും. അപ്പൊ സഹാബിമാർ ചോദിച്ചു, നബി അതെന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹത്താ ലാ യുദ്റാ മസ്വലഹ്, നമസ്കാരം എന്താണെന്നറിയാത്ത കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ മനസ്സു തുറന്നു ചോദിക്കാൻ, നമസ്കാരത്തിന് എത്ര റുക്കിനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് അതറിയാം?
നമസ്കാരത്തിലെ ഒരു റുക്കിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പകരമായി സഹവിന്റെ സുജൂദ് മാത്രം ചെയ്താൽ മതിയോ? നമസ്കാരത്തിന് എത്ര വാജിബാത്തുകളുണ്ട്? നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം 2 കാര്യങ്ങളിൽ നിന്നാണ് ശുദ്ധീകരണം വേണ്ടത്. 1 നജസിൽ നിന്ന്, 2 ഹദസിൽ നിന്ന്. എന്താണ് നജസ്? ഹദസുൻ അക്ബർ ഉണ്ട്, ഹദസുൻ അസ്ഹർ ഉണ്ട്. എന്താണ് ഹദസുൻ അക്ബർ, എന്താണ് ഹദസുൻ അസ്ഹർ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ എന്തൊക്കെ കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയുണ്ട്. ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് നമസ്കാരമെന്നത്. അതിന്റെ ഏറ്റവും മൈന്യൂട്ട് പോയിന്റ് വരെ നമുക്കെന്തില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ പഠിക്കണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം. പഠിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് അറിയാനും അത് പഠിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തൊരു നന്മയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുൽ കുർസിയുടെ പ്രാധാന്യം പറയുന്ന അനവധി ഹദീസുകൾ നമുക്ക് കാണാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം പറയുന്നു, നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ അബൽ മുൻദിർ, അബുൽ മുൻദിർ, അത്തദിരി, താങ്കൾക്കറിയുമോ, അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം, ഖുർആനിൽ ഏറ്റവും അഅ്ലമായ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ മുൻദിറിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം. അത് സ്വഹാബത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, യാ അബൽ മുൻദിർ, അബുൽ മുൻദിറെ, അത്തദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിൽ ഏറ്റവും അഅ്ലമായ ആയത്ത് ഏതാണെന്നറിയുമോ? അദ്ദേഹം പറയുന്നുണ്ട്, ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണെന്ന് പറഞ്ഞു. ഫളറബ ഫീ സ്വദിരി, എന്റെ നെഞ്ചിലേക്ക് പ്രവാചകൻ അടിച്ചുകൊണ്ട് പറഞ്ഞു, വല്ലാഹി ലയഹ്നികൽ ഇൽമു അബൽ മുൻദിർ, അബുൽ മുൻദിറിനോട് പറയാണ്, അല്ലാഹു നിനക്ക് വിജ്ഞാനം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, അല്ലാഹു സുസ്ഥിരവും സുദൃഢവുമായ വിജ്ഞാനം നിനക്ക് സ്ഥിരമാക്കി തരട്ടെ, നിനക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. അതാണ് ഏറ്റവും അഫ്ളലായ ആയത്ത്, ഏറ്റവും അഅ്ലമായ ആയത്ത്. ഫർള് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബ്ര കുല്ലു സലാത്തിൻ, എല്ലാ ഫർള് നമസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്, മരണമല്ലാതെ സ്വർഗ്ഗപ്രവേശനത്തിന് മറ്റൊരു തടസ്സമില്ല. ഏത് നമസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസി പാരായണം ചെയ്തോ, സ്വർഗത്ത് പോകാൻ എന്താ തടസ്സം എന്നറിയോ? മരിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു, അവിടുത്തെ ഭാര്യമാര് പാരായണം ചെയ്തു, സ്വഹാബിമാര് പാരായണം ചെയ്തു. എത്ര സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. എല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് നബിതങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ശരീരം മുഴുവൻ തടവിയിട്ടാണ് കിടക്കാറുള്ളായിരുന്നത്. അതൊരു പ്രൊട്ടക്ഷനാണ്. അത് ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു പ്രൊട്ടക്ഷനാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പാരായണം ചെയ്യണം. നമസ്കാരാനന്തരം പാരായണം ചെയ്യണം, ഉറങ്ങുന്ന നേരത്ത് നമ്മൾ പാരായണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം സയ്യിദുൽ ഇസ്തിഗ്ഫാർ,
പാപമോചനത്തിന്റെ നേതാവെന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ എഴുതിയെടുക്കണം. നമുക്കൊക്കെ അത്യാവശ്യം നല്ല മൊബൈലാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അൽ അദ്കാർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ആപ്പ് കിട്ടും. ഇനി വേണ്ട ജമീൽ ആപ്പ് അടിച്ചു കൊടുത്താൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ച് അദ്കാറിനെ കുറിച്ച് പറയുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് പഠിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം. നബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅനാ ലാ അഖ്ദിക വഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലൈഹി വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആരെങ്കിലും പാരായണം ചെയ്താൽ, ഒരാൾ രാവിലെ പാരായണം ചെയ്യുന്നു, നിങ്ങൾ ആലോചിക്കണം. നബിതങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പകല് വിശ്വാസത്തോടുകൂടി ഇത് പാരായണം ചെയ്താൽ ഫമാത മിൻ യൗമിഹി ഖബല അൻ യുംസിയ, വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരിക്കുകയാണെങ്കിൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവന് സ്വർഗ്ഗക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖാലഹാ മിനൽ ലൈൽ വഹുവ മൂഖിനും ബിഹാ, ഒരാൾ രാത്രിയാണത് പാരായണം ചെയ്യുന്നതെങ്കിൽ ഫമാത ഖബല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. കുറഞ്ഞ വാചകേ ഉള്ളൂ. നമ്മൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പഠിക്കുക സഹോദരങ്ങളെ. ഒരു ഖുത്ബ കേട്ടിട്ട് കുറേ പ്രഭാഷണം കേട്ടിട്ട് അത് നല്ല പ്രഭാഷണമായിരുന്നു എന്ന് പറയാനല്ല, ദീന് പഠിക്കാനും ദീനറിയാനും അത് മനസ്സിലാക്കാനും അത് പ്രാക്ടിക്കലാകാനുമാണ് ദീന് കേൾക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അറിവ് നേടുക, അത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ച് നമ്മൾ പഠിച്ചു. നമസ്കാര ശേഷം അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, അതിന്റെ ഫضل നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ കാര്യം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ചു, അത് സ്വർഗത്തിലെത്തിക്കുന്ന കാര്യമാണ്. അപ്പൊ സ്വർഗത്തിലെത്തിക്കുന്ന 3 കാര്യം നമ്മൾ ഇന്ന് പഠിച്ചു. ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ, കേരളത്തിലെ അറിയപ്പെട്ട മതപരമായ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രഗത്ഭമായൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ്. തിങ്കളാഴ്ച വൈകുന്നേരം മുതലാണ് അതിന്റെ സമാപന സമ്മേളനം. സാധാരണക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ ആളുകൾക്കും വേണ്ടി വിജ്ഞാനപ്രദമായൊരു സമ്മേളനം അന്നാണ് നടക്കുന്നത്. 2 മണിക്ക് ഇവിടുന്ന് വാഹനം പുറപ്പെടുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. ഒരു വിജ്ഞാനം, ദീന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിൽ സംസ്കാരവും ദീനുമുള്ള ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അതിനേക്കാളുപരി മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയും അതിനുണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ സ്വബറോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും അല്ലാഹു സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. ഖുദ്സിന്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുടെ മുന്നിൽ വേദനയോടെ കാത്തിരിക്കുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഖുദ്സിനെ വിജയിക്കാനുള്ള അതിശക്തമായ ഇസ്സത്തും ഖുവ്വത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും സ്വസ്ഥതയും സമാധാനവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.